സിനിമ എനിക്ക് സെക്കൻഡ് ഹാഫ് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഫസ്റ്റ് ഹാഫ് ഭയങ്കര ലാഗായിരുന്നു. സംഭവം കൊള്ളാം, ഭയങ്കര വെറൈറ്റിയാണ്. ഒരു ഓഫ് ബീറ്റ് മൂവി എന്നൊക്കെ പറയാം. തിയേറ്ററിൽ ഇത്രയൊക്കെ ആൾ കയറുമെന്നൊന്നും എക്സ്പെക്ട് ചെയ്തില്ല ഞാൻ ട്രെയിലർ കണ്ടപ്പം. സംഭവം സെക്കൻഡ് ഹാഫ് കൊള്ളാം, ഫസ്റ്റ് ഹാഫ് നല്ല ലാഗുണ്ട്. നമ്മളിതുവരെ അടുത്തിടെ കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള ഒരു പ്രത്യേക തരത്തിലുള്ള മേക്കിങ്ങും ഇല്ലായിരുന്നോ. ആകെപ്പാടെ 2-3 ആക്ടേഴ്സ് ഉള്ളെങ്കിൽ പോലും നമുക്ക് ഉടനീളം ബോറടിക്കാത്ത രീതിയിൽ തന്നെ നല്ല രീതിയിലാണ് കൊണ്ടുപോയത്. ഇതൊക്കെ തന്നെയാണ് പറയാനുള്ളത്. വ്യത്യസ്തമായിട്ടൊരു സിനിമയായിട്ട് തോന്നി. ബ്ലാക്ക് ആൻഡ് വൈറ്റിലെടുത്തത് കൊള്ളാവുന്ന പോസിറ്റീവായിട്ട് തോന്നി. ആ കാലഘട്ടമായിട്ടൊരു നീതി പുലർത്തി ചെയ്ത പോലെ തോന്നി. നല്ലതായിട്ടുണ്ട്. അഭിനയിച്ച എല്ലാ 3 ആൾക്കാരെ ഉള്ളെങ്കിലും അടിപൊളിയായിട്ടുണ്ട്. എല്ലാ സ്ഥലത്ത് ഇത്തിരി ലാഗ് തോന്നിയെങ്കിലും പിന്നെ ഒരു വെറൈറ്റി അല്ലേ, വേറൊരു ടൈപ്പ് ഒരു പടം. മമ്മൂട്ടിനെ നമ്മളിങ്ങനെ കണ്ടിട്ടില്ലല്ലോ. സിദ്ധാർത്ഥ് അടിപൊളിയായി. കൂടുതൽ നമ്മൾ ഭയങ്കര കേട്ടിട്ട് വരുമ്പോഴേ, ഭയങ്കര ഹൈപ്പ് കേട്ടിട്ട് വരുമ്പോൾ നമുക്കൊരു ഇത് തോന്നുന്നല്ലാതെ അങ്ങനെ പ്രതീക്ഷിച്ചൊരിക്കലും വരരുത്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ ചിലയിടത്തൊക്കെ ഭയങ്കര ബോറ് തോന്നും നമ്മൾ, കാരണം എക്സ്ട്രാ എക്സ്പെക്റ്റേഷൻ വെക്കുമ്പോൾ. അങ്ങനെ ഇല്ലാതെ കാണണം. അങ്ങനെ കാണുകയാണെങ്കിൽ അടിപൊളി, സൂപ്പർ പടം പറയല്ലേ, അടിപൊളി അഭിനയോ രക്ഷയില്ല അന്യായം എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് പറയാനുള്ള മമ്മൂക്കിയെ കുറിച്ചാണ്. നമുക്ക് ഇതുവരെ കാണാത്തൊരു പ്രത്യേകതരം മമ്മൂക്ക് എടുത്തത് കണ്ടുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒന്നല്ല ശരിക്കും പറഞ്ഞാൽ. പിന്നെ അതുപോലെ തന്നെ കഥയുടെ ബാക്കി പശ്ചാത്തലവും കഥാപശ്ചാത്തലവും ബാക്കിയെല്ലാം സൂപ്പറാണ്. അപ്പം ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെയാണ് സിനിമ. വന്ന് തന്നെ കാണണം, എന്നാലേ അത് മൊത്തം മനസ്സിലാകത്തുള്ളൂ. അതുപോലെ നല്ല പടവും കാണാം, കൊള്ളാം, നല്ല പടവും. എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു, അതിൻ്റെ മേക്കിങ്ങിന് ഇഷ്ടപ്പെട്ടായിരുന്നു. എന്നിട്ട് എല്ലാവരും കാണാം, തിയേറ്ററിൽ നിന്ന് തന്നെ കാണണം, അല്ലാതെ കാണല്ലേ, തിയേറ്ററിൽ തന്നെ കാണണം. നല്ല മൂവി, അടിപൊളിയാണ്, ഹെവി മൂവിയാണ്, സൂപ്പർ. മേക്കിംഗ് ഇസ് ലൈക്ക് ടോപ്പ് നോച്ച്. നമുക്ക് ഇസ് ലൈക്ക് ഒന്നും പറയാനില്ല, അടിപൊളിയാണ്, സൂപ്പർ പെർഫോമൻസ്. സൂപ്പർ പടം, വ്യത്യസ്തമായിട്ടുള്ള ഒരു പടമായിരുന്നു. ബ്ലാക്ക് ആൻഡ് വൈറ്റിലാണ് കണ്ടെന്നുള്ളൊരു തോന്നലുണ്ടായിരുന്നില്ല. നല്ല പടമായിരുന്നു, സൂപ്പറായിരുന്നു.